ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടാൽ ഇതിപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നമ്മൾ ഒരുങ്ങാൻ പോവാണ് ഗൈസ്. എവിടേക്ക് പോകാനല്ലേ, വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, മുഖത്ത് നിറച്ചും കുരു വന്നിട്ടുണ്ടാണ് ഗൈസ്. അപ്പം അതൊന്നും മായ്ച്ച് കളയാണല്ലോ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കട്ടൻ ചായയും മിച്ചറും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ മിച്ചർ ഏതാണെന്ന് പറയുക, നല്ല മുട്ടേൻ്റെ ഫ്ലേവറുള്ള മിച്ചറാണ്. അങ്ങനെ ഇത് അവസാനം പുട്ടിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഈ ടീഷർട്ടും പാൻറ്റും ആണ് സെയിം എഴുതല്ലേ. അങ്ങനെ നമ്മളിതാ ട്രാവലറിലാണ് പോകുന്നത്. വായിലെന്തോ കുഴഞ്ഞിട്ടാണ് ഗൈസ്, കിട്ടുന്നില്ല പറയാം. അങ്ങനെ ഇതാ വണ്ടിയിലൊക്കെ കയറിയിരുന്നു. വണ്ടി കയറി ഇരുന്നിട്ട് പിന്നെ എൻ്റെ കുറേ പട്ടിഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ വയത്തൂർ ഉത്സവം കാണാൻ പോവാണ് കേട്ടോ. വയത്തൂർ ഉത്സവത്തിൽ ഇന്ന് താലപ്പൊലി ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ 10-15 ആൾക്കാർ ട്രാവലറിൽ പോവാണ്. പോയി ഉളിക്കലെത്തിയപ്പോൾ തന്നെ തുടങ്ങി ഗൈസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. താലപ്പൊലിയൊക്കെ വരുന്നതല്ലേ. അപ്പോൾ പിന്നെ ഉളിക്കൽ ടൗൺ മൊത്തം ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പോലീസുകാർ, എന്നാ ഗ്ലാമറായി പോലീസുകാരൊക്കെ കണ്ടോ. ശ്രീ വൈത്തൂർ കാളിയാർ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിൻ്റെ ടൗണിലുള്ള ഒരു എൻട്രിയാണ് ഇത് വരുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മളെത്തി. ഇപ്രാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് റോഡ് സൈഡിന് തന്നെ വലിയ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഉപകാരമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പക്ഷേ എന്താന്ന് വെച്ചാൽ വണ്ടി അവിടെ ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 1.5 കിലോമീറ്ററോളം നടക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും സാറില്ല, എന്നാലും അടിപൊളിയായൊരു ഇതായിരുന്നു. കാരണം റോഡുകൾക്കൊക്കെ വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വീതി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ റോഡായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. അപ്പം ഇപ്പം നല്ല